അപ്പം ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ബോംബ് നിർമ്മാണത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധമുണ്ട്. ഇത് ഈ തെരഞ്ഞെടുപ്പിനെ ഉദ്ദേശിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് എന്നുള്ള കാര്യത്തിന് ഞങ്ങൾക്ക് സംശയങ്ങൾ ഏതുമില്ല. അത് കേരളീയ പൊതുസമൂഹത്തിനും ഉണ്ടാവില്ല. അതുകൊണ്ട് ആർക്കെതിരെയാണിത്, എവിടെയാണിത്, എങ്ങനെയാണ് എന്നുള്ളത്, കാരണം കൂടുതൽ ആളുകൾ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് കേരള പോലീസ് അന്വേഷിച്ചാൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയങ്ങളുണ്ട്. ഇപ്പം തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ചില വാർത്തകൾ ഞാൻ ആ തരത്തിൽ കണ്ടു. ബോംബ് നിർമ്മാണത്തെ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടുകൾ, സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്തുകൊണ്ട് ഇത് ഗൗരവത്തിലെടുത്തില്ല എന്ന് വെച്ചാൽ പാർട്ടി നേതൃത്വവും ഭരണ സംവിധാനങ്ങളും അറിഞ്ഞ് അതിനെ എൻകറേജ് ചെയ്യാൻ തീരുമാനിച്ചത് കൊണ്ടാണല്ലോ ഇതിനൊന്ന് റെയ്ഡ് ചെയ്യാത്തത്. ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് റെയ്ഡ് ചെയ്തിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയല്ലേ, സമാധാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത്. അതവർ ചെയ്യുന്നില്ല. അവിടെ സന്ദർശിക്കാൻ ചെന്ന കോൺഗ്രസ് നേതാക്കന്മാരെ പോലീസ് ഉൾപ്പെടെ തടയുക. പോലീസ് സൈറ്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്നാണ്. നാട്ടിലെ ജനങ്ങൾക്ക് ബോംബെന്നും ഇത്തരം ക്രിമിനലുകളിൽ നിന്നും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിയാത്തവർ സംഭവിച്ച ശേഷം അവിടെ വന്നിട്ട് വലിയ ഫോഴ്സായിട്ട് അവിടെ മാറി നിൽക്കുക. ഇവിടെ അടുത്താണല്ലോ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പോ 2 വർഷത്തിന് മുമ്പ് 2020 ശേഷം രമിത്ത് എന്ന് പറയുന്ന TP വധക്കേസിലെ 24-ാം പ്രതിയുടെ 2 കൈയും അറ്റുപോയ ചിത്രം നിങ്ങളെല്ലാവരും കണ്ടതല്ലേ, കോറോത്ത് റോഡ്. അപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയായിട്ട് അവർ ബോംബിനെ നിലനിർത്തുക. എന്നിട്ട് ജനാധിപത്യം പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ? കരുതലിൻ്റെ പോസ്റ്റർ അച്ചടിച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ക്ലോസ് റേഞ്ചിൽ പോലും തൊട്ടടുത്ത് വന്ന് നിൽക്കാവുന്ന, ഞാനൊരു ചിത്രം കൊണ്ട് മാത്രം ഒരാൾ അളക്കുന്ന ഒരാളല്ല, അതുകൊണ്ട് പറയുന്നതുമല്ല. പക്ഷെ ഇത്തരം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള, കണ്ടിന്യൂസ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള, ഇത് ആദ്യത്തെ ഇൻസിഡൻറ്റോ ആദ്യത്തെ കേസോ അല്ല, ഇത്തരം എക്സ്പേർട്ടുകളെ, ക്രൈം എക്സ്പേർട്ടുകളെ കൂടെ ചേർത്ത് നിർത്തി ഇവരുടെയൊക്കെ അടുത്ത് വരാൻ മാത്രം, ക്ലോസ് റേഞ്ചിൽ വരാൻ മാത്രം സ്വാധീനം അവർക്ക് എന്താ പാർട്ടിയിൽ? ഇനി ഒറ്റ വാചകം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. CPIM-ൻ്റെ പ്രവർത്തകരോടാണ്, നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാരോട് നിങ്ങൾ ചോദ്യം ചെയ്യണം. നിങ്ങൾ ചോദിക്കണം, നിങ്ങൾക്ക് ആർജവം ഉണ്ടെങ്കിൽ. നിങ്ങളും ചോര നീരാക്കി അധ്വാനിക്കുന്നതും പോസ്റ്റർ ഒട്ടിക്കുന്നതും റോഡ് ഷോ നടത്തുന്നതും പ്രകടനം വിളിക്കുന്നതും സ്ഥാനാർത്ഥി പര്യടനം നടത്തുന്നതൊക്കെ ഞാനും കാണുന്നുണ്ട്. ആ കാണുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ കൊണ്ട് റോട്ടിൽ പണിയെടുപ്പിക്കാൻ വിട്ടിട്ട് നിങ്ങളുടെ ഉന്നത നേതൃത്വം അപ്പുറത്തിരുന്നിട്ട് ക്രിമിനലുകളെ കൊണ്ട് ബോംബുണ്ടാക്കിച്ചിട്ട് നിങ്ങളുടെ ഈ അധ്വാനത്തിന് പോലും വിലയില്ലാതാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിനെ ഇനിയെങ്കിലും ചോദ്യം ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. നേരിട്ട് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ആർജവമില്ലെങ്കിൽ ഞാൻ പറയുന്നു, വോട്ടിന് ബോംബിനേക്കാളും വെട്ടിനേക്കാളും കരുത്തുണ്ടെന്ന് CPM-ൻ്റെ ഈ ക്രിമിനൽ നേതൃത്വത്തിന് തിരിച്ചറിയുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിനെയും മാറ്റണമെന്ന് നിങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. അത് ഞങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു അഭ്യർത്ഥനയായിട്ട് കാണണ്ട, നാടിൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ്. വടകരയിലെ ജനങ്ങളോടും ഞാൻ പറയുന്നു, അറിയാതെ പോലും ഇവർക്കൊരു പ്രോത്സാഹനം കൊടുത്തു പോകരുത്. ഒന്നുമല്ല എന്നുള്ള മട്ടിൽ അറിയാതെ പോലും നിങ്ങളുടെ ഒരു വോട്ട് കാസ്റ്റ് ചെയ്യപ്പെടരുത്. നിങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു വോട്ടിന് ഈ ക്രിമിനൽ സംഘത്തിന് കൊടുക്കുന്ന പിന്തുണയുടെ ഒരംശം പോലും ഉണ്ടാവരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി വടകരയിലെ ജനാധിപത്യ സമൂഹം കാണിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. വടകരയിലെ സ്ത്രീ സമൂഹത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന പതിവ് പല്ലവി ദേവി ഇത് വിശ്വസിച്ച് പോകരുത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെടുത്തും പരിസരങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് LC-യും ഏരിയ കമ്മിറ്റിയും ബ്രാഞ്ചും ഉൾപ്പെടെയുള്ള മുഴുവൻ നേതൃനിരയാണ്. പാർട്ടിക്ക് ബന്ധമില്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ വരിയായിട്ട് അവിടെ അണിനിരക്കേണ്ട കാര്യം എന്താ? പാർട്ടിക്ക് ബന്ധമില്ല എന്ന് അവരിതിന് മുമ്പ് ആണയിട്ട് പറഞ്ഞൊരു കേസ് TP ചന്ദ്രശേഖരൻ്റെ വധക്കേസായിരുന്നു എന്ന് വടകരയിലെ ജനങ്ങൾ മറക്കരുത്. കഴിഞ്ഞ ദിവസം വന്ന കോടതി വിധിയിൽ എന്താ പറഞ്ഞത്? അതൊരു പൊളിറ്റിക്കൽ കില്ലിംഗ് ആണ് എന്ന് സംശയങ്ങൾക്കിടയില്ലാത്ത വിധം അവർ പറഞ്ഞു. അപ്പോൾ അറിഞ്ഞോ അറിയാതെ പോലും വടകരയിലെ ജനങ്ങൾ ഈ കില്ലർ സ്ക്വാഡിന് ഒരു ഐക്യദാർഢ്യമായി, ഒരു പിന്തുണയായി നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട ജനാധിപത്യ അവകാശത്തെ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കരുതെന്ന് വിനീതമായി നാടിൻ്റെ സമാധാനത്തിന് വേണ്ടി വടകരയിലെ വോട്ടർമാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ബോംബിൻ്റെ രാഷ്ട്രീയം പരാജയപ്പെടണം, സമാധാനത്തിൻ്റെ രാഷ്ട്രീയം ജയിക്കണം, നാട് സമാധാനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകണം.
ഒരവസരം വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ കിട്ടിയാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് ശേഷവും ഇവിടെ പൊതുപ്രവർത്തനം നടത്തുന്നിടത്തോളം കാലവും ശ്രമിക്കുന്നത് നാടിൻ്റെ ഐക്യത്തിനും പുരോഗതിക്കും തന്നെയായിരിക്കും. ആ കാര്യവും വടകരയിൽ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു.